ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 12 എക്സോഡസ് ചാപ്റ്റർ 12. അവിടെ ദൈവം അവിടെ പെസഹ എന്ന ആ ഒരു ഉത്സവത്തെ അവർക്ക് ആചരിക്കുവാൻ അവരെ കൽപ്പിക്കുന്നതായിട്ടും, അതുപോലെ തന്നെ അവരെ ഇസ്രായേൽ മക്കളെ ദൈവം ഈജിപ്തിൽ നിന്നും മിസ്രൈമിൽ നിന്നും അവരെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അവരെ ആ വിടുവിച്ച വിധങ്ങളെ ഓർക്കുവാനായിട്ട് അവരെന്തായിരുന്നു, അവരുടെ അവസ്ഥ എന്തായിരുന്നു, അവരെ എന്തവസ്ഥയിൽ നിന്നാണ് ദൈവം പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഓർക്കുവാനായിട്ട് ദൈവമാരുടെ പെസഹ എന്നുള്ള ഒരു കാര്യം, പെസഹ എന്ന ഉത്സവം അവർക്ക് ആചരിക്കുവാനായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കൂടെ അവർ ആടിനെ അവരവിടെ വെക്കണം, എന്നിട്ട് അതിനെ അറുക്കണം, എന്നിട്ട് അറുത്തിട്ട് അതിൻ്റെ മാംസം ചുട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കൂടെ കയ്പ്പ് ചീരയോടെ കൂട്ടി അവർ അത് ഭക്ഷിക്കണം. ഒരു വസ്ത്രങ്ങളൊക്കെ ഇട്ടൊരു യാത്രയ്ക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുന്ന രീതിയിൽ അവരുടെ ആ തിടുക്കത്തിൽ അവരത് ഭക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ആ ആടിൻ്റെ ആ കൊല്ലപ്പെട്ട ആടിൻ്റെ ആ രക്തം അത് അവരുടെ കട്ടളകളിൽ പുരട്ടണമെന്നും കൂടെ ദൈവം പറയുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആ സംഹാര ദൂതൻ അവിടെ അതൊന്ന് കടന്നു പോകുമ്പോൾ ഈ കട്ടളയിൽ രക്തമുള്ളവരുടെ വീട്ടിലെ ഒഴിച്ച് ബാക്കി അതൊക്കെയുള്ള എല്ലാ വീടുകളിലെയും ആദ്യജാതനായിട്ടുള്ളവരെ അത് കൊന്നുകളയുമെന്നുള്ളൊരു കാര്യം അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും അത് ആചരിച്ച് അവരത് ചെയ്തു. പക്ഷെ നമ്മൾ ഫറവോൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ബാക്കിയുള്ള മിസ്രൈമുകളിലൊക്കെ ഒരു നിലവിളി ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം ദൈവം അവരെ സംഹരിച്ച് കളഞ്ഞു. അവിടുത്തെ ആദിജാതനായിട്ടുള്ള വ്യക്തിയെ ദൈവം സംഹരിച്ച് കളഞ്ഞു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു നിലവിളി ഉണ്ടായി, ഭയങ്കര നിലവിളിയും ഭയങ്കര കരച്ചിലും ഒക്കെയായി. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ഈ ഒരു പ്രശ്നങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ മനസ്സ്, ഫറവോൻ അവരെ നിങ്ങൾ ദൈവത്തെ പൊക്കോളൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 6 ലക്ഷത്തോളം കുട്ടികളൊക്കെ മാറ്റി വെച്ച് 6 ലക്ഷം പുരുഷന്മാർ അവരവിടെ നിന്ന് യാത്ര ചെയ്ത് പോവുകയായിരുന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്കൊരു കാര്യത്തിൽ ഒരു പ്രോമിസ് തന്നു കഴിഞ്ഞാൽ ദൈവം അത് ഫുൾഫിൽ ചെയ്തിരിക്കും. അത് ഏത് മാർഗത്തിലൂടെ ആയാലും ദൈവത്തിൻ്റെ പ്ലാൻ ദൈവം അത് നിറവേറിയിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് നിറവേറിയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ ഇസ്രായേൽ മക്കൾക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചത് ആ സംഹാരദൂതൻ പാസ് ചെയ്തു പോയപ്പോൾ ആ രക്തം അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാനിടയിൽ തീർന്നത്. ആ രക്തമില്ലാതിരുന്നത് കൊണ്ടാണ് ആ ദൈവത്തിൻ്റെ കോപം മിസ്രൈമിലുള്ളവർക്കൊക്കെയും ഫറവോൻ്റെ കൊട്ടാരത്തിലുള്ളവർക്കൊക്കെയും അവർക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ നമ്മളും ശരിക്കും ആ മിസ്രൈമിനെ പോലെ തന്നെ നമ്മൾക്കും ആ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കീഴിലുള്ളവരായിരുന്നു. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമ്മൾക്കും ആ ഒരു വീണ്ടെടുപ്പ് തരുവാനായിട്ട് അത് ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾക്ക് പെസഹ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ നമ്മൾക്കും അതിൽ സന്തോഷിക്കുവാനായിട്ട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് കിട്ടിയ ആ രക്ഷയാണ് ശരിക്കും ആ പെസഹ ഓർക്കുന്നത്. നമ്മൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ കുഞ്ഞാടായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അറുക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾക്ക് വീണ്ടെടുപ്പ് ലഭിക്കേണ്ടത്. കർത്താവിൻ്റെ ആ രക്തം കൊണ്ട് നമ്മളുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കുവാനായിട്ടും ഇടയായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. പെസഹ നമുക്ക് അത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, പകരം നമ്മൾക്ക് സന്തോഷം കീർത്തുന്ന ഒരു അനുഭവമാണ്. പെസഹയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരേണ്ടത്. നമുക്ക് കിട്ടിയ ആ വലിയൊരു വീണ്ടെടുപ്പിനെ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അതുപോലെ ദൈവം അവർക്ക് പ്രോമിസ് കൊടുത്തതായിരുന്നു, അവരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളത്. ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവം പ്രോമിസ് കൊടുത്തായിരുന്നു. ദൈവം ആ പ്രോമിസോടെ ഫുൾഫിൽ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.